ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ സാമ്പാറാണ്. അതായത് പച്ചക്കറികളൊന്നും ഇടാതെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഒരു സാമ്പാർ തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു സാമ്പാർ നമുക്ക് എന്തിനോടൊപ്പം കഴിക്കാൻ പറ്റും കേട്ടോ. ചോറിനോടൊപ്പം, അതല്ല ഇഡ്ഡലി, ദോശ, അപ്പം, അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ചൂടായ പാനിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഏത് ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണേ. അതായത് ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകം മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ വലിയ ജീരകം, അതായത് പെരുംജീരകം കൂടി ഒരു നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പൊട്ടി തുടങ്ങിയാൽ ഇനി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളിയാണ്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി കൂടി ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഒരു 4-5 പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് വലുപ്പമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാനുള്ളത്. സാമ്പാറല്ലേ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്കിതൊന്നൊരു മൂടി കൊണ്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. സവാള ഒന്നങ്ങ് വഴന്ന് വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിനകത്തോട്ട് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പുളിക്കനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. ആകെ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു തക്കാളിയും ആ ഒരു സവാളയും മാത്രമല്ല കേട്ടോ, വേറെ ഒരു തരം പച്ചക്കറികൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ. ഇനി നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ സവാള നല്ലതുപോലെ തന്നെ വഴന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് തന്നെ ഈ ഒരു സവാളയും അതുപോലെ തന്നെ തക്കാളിയും ഒന്നങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ എരിവ് കുറവായിരിക്കുമല്ലോ. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡർ ആയിരിക്കും നല്ലത്. കളറും കിട്ടും, പക്ഷേ എരിവും കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഒരു 1-1.25 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താൽ. ഇനി കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണിനകത്ത് മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിവെള്ളം ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ എത്രയാ പുളി വേണ്ടതെന്നുള്ളത്. സാമ്പാറൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ എത്ര വേണം. അത് അതിനനുസരിച്ച് അങ്ങ് പുളി നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്, കുറവോ കൂടുതലോ വേണമെങ്കിൽ അതിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് ഇത്രയും പുളിവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ട് പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെന്ന് കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തന്നെ അങ്ങ് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി എടുക്കുകയാണേ. ഇനി ഇതൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ടൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു സാമ്പാർ ഒന്ന് തിളച്ച് വരണമല്ലോ. അപ്പം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. സാമ്പാറിൻ്റെ പ്രധാന ഹൈലൈറ്റ് കായപ്പൊടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം കായപ്പൊടി ഞാൻ ലാസ്റ്റേ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോഴാണ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ തിളച്ച് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിലധികം കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കിയെടുക്കണമേ. ആ ഒരു ടൈമിൽ നമുക്ക് കടലമാവ് കൂടി കലക്കി ഇതിനകത്തോട്ട് ഒഴിക്കേണ്ടത് എങ്കിലല്ലേ കുറുകത്തുള്ളൂ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സാമ്പാറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു സാമ്പാറിന് ആ കടലമാവിൻ്റെ ഫ്ലേവർ ഒന്നും തന്നെ അറിയത്തില്ല കേട്ടോ.
ഒട്ടും തന്നെ ആ ഒരു ഫ്ലേവർ അറിയത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടലമാവ് കലക്കി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു സാമ്പാറിന് നമ്മുടെ സാധാ സാമ്പാറിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇതാണ് ടേസ്റ്റ് എന്ന്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ഞാൻ ആ ഒരു കൂട്ടും കൂടെ കട്ടയില്ലാതെ ഇളക്കി എടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ സാമ്പാർ അങ്ങ് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റ് സാമ്പാറിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു സാമ്പാർ അങ്ങ് കാണുമ്പോൾ അറിയാമല്ലോ, അതേപോലെ ആയിട്ട് വരും കേട്ടോ. നല്ലതുപോലെ തന്നെ കുറുകി വരുന്നത് കണ്ടോ. പക്ഷേ കടലമാവിൻ്റെ ഒട്ടും തന്നെ ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് ഇഡ്ഡലിയോടൊപ്പമോ ദോശയോടൊപ്പമോ അതുപോലെ ചപ്പാത്തിയോ ചോറോ എന്തിനോടൊപ്പവും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പി. കണ്ടില്ലേ. അപ്പോൾ തിളച്ച് വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാടങ്ങ് കുറുകി പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എളുപ്പമാണ്. പച്ചക്കറികൾ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോ. ഈ വീഡിയോ കണ്ടിട്ട് ഉടൻ തന്നെ നിങ്ങളൊന്ന് ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കൂ. ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.